ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒന്നും പറയാനില്ല, സ്കിഡിലൊരു അപ്ഡേറ്റ് തന്നെയായിരുന്നു ഗൈസ്. അപ്പോൾ ചെറിയ MB ആണ് ഗൈസ് വരുള്ളൂ എന്ന് വിചാരിച്ചത്, പക്ഷേ ഒരു 2 MB അല്ല MB പോയിട്ട് GB വന്നായിരുന്നു. ഓക്കെ, കുറേ ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഫ്രാൻസിൻ്റെ പാക്ക് ഇറക്കാനുണ്ട്, അതുപോലെ തന്നെ അർജൻറ്റീനയുടെ പാക്ക് ഇറക്കാനുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രാൻസിൻ്റെ പാക്ക് ഇറക്കി വിടാം. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ആര് കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി പഴയ പ്ലേയേഴ്സിനെ വെച്ച് തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. പ്ലേയേഴ്സ് കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സിനെയൊക്കെ വെച്ചാണ് കൊണ്ടുവന്നേക്കുന്നത് ഗൈസ്. ഓക്കെ, അതിനകത്ത് കുറേ ടാർഗറ്റ് എനിക്കുണ്ട് ഗൈസ്. ഓക്കെ, ഇതാരാന്നൊക്കെ നോക്കാം ഗൈസ്. ഓക്കെ, നമ്പർ 5 ആണ് ഗൈസ്. ഓക്കെ, നമ്പർ 5 ഓക്കെ കൂണ്ടിയാണ് ഗൈസ്. ഓക്കെ, കിടിലൊരു പ്ലെയർ തന്നെയാണ്, കിടിലൊരു സെൻറ്റർ ബാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എല്ലാ പ്ലെയേഴ്സിനെയും കിട്ടുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, കിടിലൊരു അപ്ഡേറ്റ് തന്നെയായിരുന്നു, ഒന്നും പറയാനുണ്ടായില്ല, കിടിലൊരു അപ്ഡേറ്റ് ആയിരുന്നു. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മുടെ റൊണാൾഡോയുടെ പാക്കൊക്കെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ഫ്രീ സ്പിൻ എടുക്കാം. നോക്കാം, അർജൻറ്റീനയുടെ ഫ്രീ സ്പിന്നാണ് ഗൈസ്. ഇതിനകത്ത് ആരെ ഫസ്റ്റ് കിട്ടും എന്നൊക്കെ നോക്കാം. ഓക്കെ, ഉള്ളിൽ പച്ച കളറെല്ലാം കാണുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്, നമുക്ക് പയ്യെ ഓരോന്നെല്ലാം നോക്കാം ഗൈസ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, എന്തായാലും അങ്ങനെ അതും സെറ്റായി. ഓക്കെ ഗൈസ്, നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും കിട്ടും ഗൈസ്, അതുകൊണ്ട് തന്നെ വലിയ സീനില്ല. ഒബ്ജക്റ്റീവിനകത്ത് ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട് ഗൈസ്, അതൊക്കെ കളക്ട് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ മെയിനായിട്ടും കറക്കാൻ പോകുന്നത് പ്ലെയർ ഓഫ് ദി ആണ് ഗൈസ്. ഓക്കെ, പ്ലെയർ ഓഫ് ദിക്ക് ഒന്നും പറയാനില്ല, കുറേ നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്, ഇതിനകത്ത് കുറേ ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, എനിക്ക് താഴെ കിടക്കുന്ന പ്ലേയേഴ്സിനൊന്നും തരരുത് കൊനാമി, പ്ലീസ്. താഴെ കിടക്കുന്ന പ്ലേയേഴ്സിനൊന്നും എനിക്ക് വേണ്ട, എന്തിനാണ് വെറുതെ. താഴെ കിടക്കുന്ന പ്ലേയേഴ്സിന് എനിക്കൊന്നും വേണ്ട ഗൈസ്. എനിക്കിത് ഈ ഗോൾ കീപ്പർ എന്തെങ്കിലും ഉണ്ട് ഗൈസ്, സാമ്പ ഉണ്ട് എൻ്റെ കയ്യിൽ, പിന്നെ ആരെന്തെങ്കിലും ഉള്ളത്. ഓക്കെ, എനിക്ക് ഈ ഗ്രനാച്ചോനെ വേണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്, കാരണം പുള്ളി ഹോൾ പ്ലെയർ ആണ്, പുള്ളിയിൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ളത് ഓക്കെ മുഹമ്മദ് സലേനെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബൂസ്റ്റർ കാർഡാണ് എനിക്ക് തോന്നുന്നു, ഫസ്റ്റ് വന്ന ബൂസ്റ്റർ പ്ലെയർ ഓഫ് ദി കാർഡ് സലാഡ് കണ്ട് ആകുന്നു ഗൈസ്. ഓക്കെ, പിന്നെ ഫൊഡനെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്. ഇതിനകത്തുള്ള കുറേ പ്ലേയേഴ്സൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതാണ്, ഇപ്പോൾ കണ്ട് ഡിയാബിയൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതാണ് ഗൈസ്. ഓക്കെ, മാർട്ടിനസിന് കിട്ടിയാലും കൊള്ളാം, അതുപോലെ തന്നെ ഡോണറോമേനെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ മേളിൽ കിടക്കുന്ന റോഡ്രി എൻ്റെ കയ്യിലുണ്ട്, പിന്നെ മറ്റേ ചക്കൻ ലെഫ്റ്റ് വിങ് അവൻ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് ടാർഗറ്റ് ഡിബ്രൂയിനാണ് ഗൈസ്. ഓക്കെ, കാരണം 102 എന്തോ പോകണ ഡിബ്രൂയിനാണ്, കിടിലൻ കാർഡാണ് പുള്ളിയുടെ. കിട്ടുമോയെന്ന് അറിയില്ല ഗൈസ്. ഓക്കെ, 33 പ്ലേയേഴ്സ് ഉണ്ട്, അതിനകത്തുനിന്ന് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും ഗൈസ്. പിന്നെ വിനീഷ്യസും കൊള്ളാം ഗൈസ്, വിനീഷ്യസും അടിപൊളി പ്ലെയർ തന്നെയാണ്. ഓക്കെ, ഡിബ്രൂയിൻ നമുക്ക് 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് നോക്കാം. കൊനാമി പ്ലീസ് ചതിക്കരുത്, ഡിബ്രൂയിനെ തന്നേക്ക് പ്ലീസ്. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്, ആരെ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, നിങ്ങൾക്ക് ടാർഗറ്റ് അടിച്ചു ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഓക്കെ ഹിയർ വി ഗോ, നമ്മളെന്തായാലും സ്പിൻ എടുക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും സ്പിൻ എടുക്കാം ഗൈസ്. ഓക്കെ, സ്പിൻ എടുക്കാം, ഹിയർ വി ഗോ, ഫ്രീ സ്പിൻ ഗൈസ്. ഇത് ആരായിരിക്കും ഗൈസ്? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ പടക്കം പൊട്ടുന്നുണ്ട് ഗൈസ്. ഇതാരാന്ന് എനിക്കറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഷൊട്ട പ്ലെയറാന്ന് എനിക്ക് തോന്നുന്നു. എടാ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ 4-ാം നമ്പർ ഇതാരടാ ഗൈസ്. കുഴപ്പമില്ലാത്ത പ്ലെയർ തന്നെയാണ്, സെൻറ്റർ ബാക്കാണ്, പക്ഷേ എനിക്ക് വേണ്ടായിരുന്നു ഗൈസ്. എനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഡിബ്രൂയിൻ അല്ലെങ്കിൽ സല, ഇതായിരുന്നു എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ളത് ഗൈസ്. ഓക്കെ, നമുക്കിനി ഈ പാക്ക് ഇറക്കി നോക്കാം. ഇതിനകത്തൊരു ഫ്രീ സ്പിൻ ഉണ്ട് ഗൈസ്. ഓക്കെ, ഷോർട്ട് ടൈം ബാക്കാണ്, പെഡ്രി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബെർണാൾഡോ സിൽവ ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ വേറെ ഏതൊരു പ്ലെയറും കൂടി കിടക്കുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, നമുക്ക് എന്തായാലും ചുമ്മാ ഇവരെയൊക്കെ ടാപ്പ് ചെയ്ത് കറക്കി നോക്കാം ഗൈസ്, ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം, ഇവരുടെ ഡീറ്റെയിൽസൊക്കെ ചുമ്മാ നോക്കി കറക്കാം ഗൈസ്. കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഫ്രീ സ്പിന്നിൽ തന്നെ എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല ഗൈസ്, കാരണം എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല, ഫ്രീ സ്പിന്നിലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. കോയിൻ വെച്ച് എന്തായാലും ഞാൻ സ്പിൻ എടുക്കണമെന്നില്ലേ, 455 കോയിനുണ്ട്, ഞാൻ കോയിൻ സേവ് ചെയ്യാണ്, വേറെ ഒന്നിനല്ല ഗൈസ്. പ്രീമിയം ബാക്ക് ഇപ്പോൾ കുറേ പ്രീമിയം ബാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എനിക്ക് എടുക്കണം, എല്ലാം എടുക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു പ്രീമിയം ബാക്കെങ്കിലും എനിക്ക് എടുക്കണം ഗൈസ്. ഞാൻ കൺഫ്യൂഷനിലാണ് ഗൈസ്. ഓക്കെ, മെസ്സിയുടെ ബാക്ക് എടുക്കണോ അല്ലെങ്കിൽ ഗ്രീസ്മാൻ്റെ ബാക്ക് എടുക്കണോ എന്നൊരു കൺഫ്യൂഷനാണ് ഗൈസ്.
പക്ഷേ മെസ്സി ഡീപ്പ് ലൈൻ ഫോർവേഡായിട്ടാണ് ഗൈസ് വന്നേക്കുന്നത് പ്രീമിയം ബാഗിനകത്ത്. അതാണ് ഏറ്റവും വലിയ സീൻ. കാരണം കുറേ പേർക്കൊക്കെ സെറ്റാവാത്തൊരു ഇതാണ് ഡീപ്പ് ലൈൻ ഫോർവേഡ്. എനിക്ക് സെറ്റാവില്ല ഗൈസ്. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഡീപ്പ് ലൈൻ ഫോർവേഡ് എനിക്ക് അങ്ങനെ സെറ്റാവാറില്ല. ഗോൾ പോച്ചർ പിന്നെയും കുഴപ്പമില്ല. മെസ്സി ഡീപ്പ് ലൈൻ ഫോർവേഡായിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. പിന്നെ ഗ്രീസ്മാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഹോൾ പ്ലെയർ ആയിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും ഗ്രീസ്മാൻ്റെ ബാക്കായിരിക്കും എടുക്കോളൂ. ഓക്കെ. പിന്നെ റൊണാൾഡോയുടെ ബാഗ് വന്നിട്ടുണ്ട്. റൊണാൾഡോയുടെ ബാഗ് 900 കോയിൻ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ഗൈസ്. റൊണാൾഡോയുടെ ബാഗ് കൂടെ മാനേജറും കൂടി ഉണ്ട് ഗൈസ്. എല്ലാ ബാക്കിലും മാനേജറും കൂടി ഉണ്ട്. അതെന്തായാലും കിടക്കിയിട്ടുണ്ട്. ഓക്കെ, ബേസ് കാർഡാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, എന്തായാലും നല്ല ഒരു അപ്ഡേറ്റ് തന്നെ ആയിരുന്നു ഗൈസ്. അത്യാവശ്യം ഓക്കെ, അവന്മാർ ഇവൻസും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഈ പാക്ക്. ഓക്കെ, അർജൻറ്റീന പാക്ക് ആൻഡ് ഫ്രാൻസിൻ്റെ ബാക്ക് കണ്ടില്ലേ. ഇംഗ്ലണ്ടിൻ്റെ ബാക്ക് 900 കോയിൻ. ക്രിസ്ത്യാനോയുടെ ബാക്ക് 900 കോയിൻ. പക്ഷേ ബ്രസീൽ പാക്കിൽ നെയ്മറില്ല ഗൈസ്. നെയ്മറും ഇല്ല, വിനീഷ്യസ് ഇല്ല, റോഡ്രിഗോ ഇല്ല. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഒബ്ജക്റ്റീവിനകത്ത് എന്തൊക്കെയോ കിട്ടില്ല. ഒബ്ജക്റ്റീവ് ഒക്കെ നടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റീവ്. ഇതിനകത്ത് കുറേ ഫ്രീ സ്പിന്നും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ 100 കോയിൻ കിട്ടും നമുക്ക് ഇതിനകത്തുനിന്ന്. 100 ക്ലബ് കോയിൻ കിട്ടും. അതെന്തോ 7 ദിവസം നമ്മൾ ലോഗിൻ ചെയ്താൽ മാത്രം കണ്ടാന്ന് തോന്നുന്നു 100 കോയിൻ കിട്ടുള്ളൂ. അങ്ങനെ എന്തോ ആണ്. ഓക്കെ ഗൈസ്, നമുക്കൊരു ഫ്രീ സ്പിൻ കൂടി കിട്ടിയിട്ടുണ്ട്. അത് ഏതിൻ്റെ ആയിരിക്കുമോ കിട്ടിയേക്കണേ? ഓക്കെ, ഫ്രാൻസിൻ്റെ ഫ്രീ സ്പിന്നാണ് കിട്ടിയേക്കുന്നത്. നമുക്കതെന്തായാലും കറക്കി നോക്കാം. 5 പ്ലേയേഴ്സേ ഉള്ളൂ ഗൈസ്. ഒരു പ്ലെയർ നമുക്ക് കിട്ടി. രണ്ടാമത്തെ പ്ലെയർ ഇതാ വരുന്നു. ഇതാരാന്നൊക്കെ നോക്കാം. ഓക്കെ, ഹെയർ വി ഗോ ഗൈസ്. ഇതാരാണ്? ആരാന്ന് നോക്കാം ഗൈസ്. ആരാന്ന് നോക്കാം. ഓക്കെ, ഇതാരാണ് ഗൈസ്? ഓക്കെ, കൊളുമാണിയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും കുഴപ്പമില്ല, കിടക്കട്ടെ.